ഹായ് ഫ്രണ്ട്സ്, പുതിയ എപ്പിസോഡിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അങ്ങനെ എംറെ കൊടുത്ത അഡ്രസ്സിലേക്ക് സന എത്തുകയാണ്. അവിടെ ഗേറ്റ് തുറന്ന് നോക്കുമ്പോൾ സനത്തിന് എത്ര ആയിട്ടും ഗേറ്റ് തുറക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അവൾ അവിടെയുള്ള മതിൽ ചാടി ഉള്ളിലേക്ക് കിടക്കുകയാണ്. അവിടെ ആരോ വരുന്നത് കണ്ട് അവൾ വീണ്ടും ഒരു പുൽച്ചെടിൻ്റെ ഇടയിലേക്ക് പോയിട്ട് ഒളിച്ചു നിൽക്കും. അയാൾ പോയതിനു ശേഷം സനയും ഉള്ളിലേക്ക് കിടക്കും. ഉള്ളിലപ്പോൾ ആരും ഉണ്ടാവില്ല. അങ്ങനെ അവൾ ഓരോ ഡ്രോയറും അലമാരയും ജാനിൻ്റെ റൂമിലും എംറയുടെ റൂമിലൊക്കെ അവൾ ആ ഫയൽ തപ്പി നടക്കുകയായിരിക്കും. അങ്ങനെ പെട്ടെന്നൊരു ശബ്ദം കേൾക്കും. അത് അവൾ ജാൻ വന്നത് കണ്ട് പെട്ടെന്ന് തന്നെ ഒളിച്ചു നിൽക്കും. അവൻ്റെ റൂമിലായിരിക്കും അവൾ ഉണ്ടായിരിക്കുക. ജാൻ അങ്ങനെ ബാത്റൂമിൽ പോയി കുളിയൊക്കെ കഴിഞ്ഞ് പോരുമ്പോഴേക്കും അവൾ പോയി പെട്ടെന്ന് ആ ഫയൽ കണ്ടുപിടിച്ച് അത് എടുക്കും. അങ്ങനെ പുറത്തേക്ക് പോകാൻ വേണ്ടി വാതിൽ തുറന്ന് നോക്കുമ്പം അത് ലോക്കായിട്ടുണ്ടാവും. പെട്ടെന്ന് തന്നെ അവളെ ജാൻ വലിച്ചു പിടിക്കും. നീ എങ്ങനെ ഇവിടെ എത്തിയെന്ന് ചോദിക്കും. അപ്പോഴാണ് ജാനിന് അന്നത്തെ ആ ഇൻസിഡൻറ്റും അതേ സ്മെല്ലും ഓർമ്മ വരുന്നത്. ആ കാട്ടുപൂവിൻ്റെ മണം, അതേ സ്മെല്ലാണല്ലോ ഇത്. ഇനി സനയമെങ്ങാനും ആയിരിക്കുമെന്ന് പറഞ്ഞിട്ട് അവളെ ഇങ്ങനെ നോക്കി നിൽക്കും. സനയമും ആകെ പേടിച്ചു പോയിട്ടുണ്ടായിരിക്കും. അവൾക്കും ആ ഇൻസിഡൻറ്റ് ഓർമ്മ വരും. പെട്ടെന്ന് സനയം ജാനിനെ തള്ളി മാറ്റി നിങ്ങളിവിടെ എന്തെടുക്കുകയെന്ന് ചോദിക്കും. അപ്പോൾ ജാൻ പറയും, നിനക്ക് ഒരു മിനിറ്റ്, നീ എങ്ങോട്ടും പോയില്ല, ഞാൻ ഈ പാട്ടൊന്ന് ഓഫ് ചെയ്ത് വരാമെന്ന് പറഞ്ഞ് പാട്ട് ഓഫാക്കാൻ പോകുന്നു. ഈ തക്ക നോക്കി സനയം അവളുടെ കയ്യിലുള്ള ഫയലെടുത്ത് അവിടെയുള്ള ഒരു ജാറിലിടും. അങ്ങനെ ജാൻ വന്ന്, നീ എന്താ എന്നോട് ചോദിച്ചാൽ ഞാനിവിടെ എന്ത് ചെയ്യണോ? അത് ഞാൻ നിന്നോടല്ല ചോദിക്കണ്ടേ, നീ എന്താ ഇവിടെ ചെയ്യുന്നത് അതാദ്യം പറയാമെന്ന് പറയും. അങ്ങനെ സനയം പേടിച്ചുകൊണ്ട് പറയും, ഞാൻ മിസ്റ്റർ എംറെ പറഞ്ഞിട്ട് വന്നതാണ്. എംറെയോ? അവൻ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ, നീ എന്തിനാ വന്നേ? അപ്പോൾ സനയം എംറയുടെ കോട്ടിൽ ചായ ചിന്തിയത് ഓർത്തെടുത്ത് പറയും, എംറയുടെ കോട്ട് എനിക്ക് വാഷ് ചെയ്യാൻ വേണ്ടി തന്നിരുന്നു, ഡ്രൈ ക്ലീനിങ്ങിന് കൊടുത്തതായിരുന്നു. എൻ്റെ ഒരു വാലറ്റ് അതിൽ വെച്ച് മറന്നു പോയിട്ടുണ്ട്. അതെനിക്ക് എത്രയോ ഇമ്പോർട്ടൻ്റ് ആയ വാലറ്റാണ്. അതെടുക്കാൻ വേണ്ടിയിട്ടാണ് എംറ ഈ വീടിൻ്റെ കീ എനിക്ക് തന്നത് എന്ന് പറയും. എന്നാ വാ നമുക്ക് പോയി നോക്കാം, നീ പറയുന്ന സത്യമാണോ എന്ന് അറിയണമല്ലോ എന്ന് പറഞ്ഞ് ജാൻ അവളെയും കൂട്ടി എംറയുടെ റൂമിലേക്ക് പോകും. ആ കോട്ടിൽ എന്തെങ്കിലും ഒരു വാലറ്റ് ഉണ്ടാണെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് സനയം ജാൻ്റെ കൂടെ പോകുന്നത്. ആ റൂമിലെത്തിയതിന് ശേഷം ജാൻ ആ കോട്ട് എടുത്തിട്ട് വാലറ്റ് തപ്പും. അങ്ങനെ അത് കിട്ടിയതിന് ശേഷം സനയം വന്ന് ആശ്ചര്യപ്പെട്ട് നിൽക്കും. ഇത് നിൻ്റെ തന്നെയല്ലേ, ഇത് തന്നെയല്ലേ നിൻ്റെ കാണാണ്ട് പോയ വാലറ്റ് എന്ന് ചോദിക്കുമ്പോൾ ഇത് തന്നെയാണെന്ന് പറയും. അങ്ങനെ ജാൻ അത് തുറന്ന് നോക്കുമ്പോൾ അതിലൊരു നല്ല ഡയമണ്ട് റിങ്ങാണ് ഉണ്ടാവുക. അത് കണ്ട് സനയം ആകെ വീണ്ടും ആശ്ചര്യപ്പെട്ട് നിൽക്കുകയാണ്. ഇതെനിക്ക് എൻ്റെ ബോയ് ഫ്രണ്ട് തന്നതാണ്, ഞങ്ങളുടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു, പക്ഷേ വീട്ടിലറിയില്ല എന്നൊക്കെ പറഞ്ഞ് സനയും തപ്പി പിടിച്ച് ഓരോന്ന് പറഞ്ഞ് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങും. അവളുടെ ഓട്ടം കണ്ട് തന്നെ ജാൻ അവിടെ അന്താളിച്ച് നിൽക്കും. അവൻ എന്നിട്ട് വന്ന് നോക്കുമ്പോൾ സനയം ആ ഗേറ്റ് പിടിച്ച് വലിച്ച് നിൽക്കുകയാണ്. അപ്പോൾ സനയം, നീ എന്തായി ചെയ്യുന്നത്? അത് മെല്ലെ തുറന്നാൽ മതിയെന്ന് പറയുമ്പോൾ അവൾ പെട്ടെന്ന് തന്നെ മതിൽ ചാടും. അത് കണ്ട് അവൻ വീണ്ടും ഈ പെണ്ണിതെന്തായി ചെയ്യുന്നതെന്ന് ഓർത്ത് ഗേറ്റ് തുറക്കും. അപ്പോൾ സനത്തിൻ്റെ മുട്ടുംകാലിന് ചെറിയ പരിക്കൊക്കെ ഉണ്ടാവും. അവൾ ജാനിനെ കണ്ടത് വീണ്ടും ഓടും. ഇവൾക്ക് എന്താ ഒരു പിരി ലൂസായതാണോ എന്ന് ആലോചിച്ച് ജാൻ അകത്തേക്ക് പോകും. സന പോകുന്ന വഴിക്ക് എംറെ വിളിക്കും. അപ്പോൾ നിങ്ങൾ ഇനി എന്നെ ഇങ്ങനത്തെ പണിയൊന്നും ഏൽപ്പിക്കരുത്, എനിക്ക് ഫയൽ എടുക്കാൻ പറ്റിയിട്ടില്ല, അവിടെയുള്ള ഒരു ജാറിൽ ഞാൻ ഫയൽ ഇട്ട് വെച്ചിട്ടുണ്ട്, ഇനി എനിക്കിങ്ങനെ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് അവൾ ഫോൺ കട്ട് ചെയ്യും. ഇത് ഞാൻ നിന്നെ ഏൽപ്പിച്ച ജോലിയാണ്, ഞാൻ നിനക്ക് ചെയ്തു തന്ന ഉപകാരങ്ങളൊന്നും മറക്കാണ്ടിരുന്നാൽ മതിയെന്ന് എംറെ പറയുമ്പോൾ സനയും ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമെന്നൊക്കെ ആലോചിച്ച് നിൽക്കും. അങ്ങനെ അവളൊരു പാതിര സ്വപ്നം കാണുകയാണ്. അവൾ വീട്ടിൽ കുക്ക് ചെയ്യുന്നു. മുസാഫിറും ഒരു 3 മക്കളും അടുത്ത കുഞ്ഞ് വയറ്റിലും. അങ്ങനെ കുഞ്ഞുങ്ങൾ ഇടങ്ങേറാക്കുന്നതും മുസാഫിർ അവളെ കാണുമ്പോൾ, ഓ നീ ഇങ്ങനെ സുന്ദരിയായി വന്ന് എനിക്ക് നിന്നെ ഇങ്ങനെ സ്നേഹിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നുന്നു എന്നൊക്കെ പറയുന്നതോർത്ത് അവൾ അങ്ങനെ പെട്ടെന്ന് ആ നിരാസ്വപ്നത്തിൽ നിന്നും എഴുന്നേൽക്കും. അങ്ങനെ ഐഹാൻ അവളോട്, ചേച്ചി എന്താ ഇവിടെ നിൽക്കുന്നത്, വാ നമുക്ക് പോകാം, ചേച്ചിയുടെ കാലാകെ മുറിഞ്ഞിട്ടുണ്ടല്ലോ, ഇതെന്താ ചോര എന്നൊക്കെ പറയുമ്പോൾ സനയം പറയും, ഓ അത് ഒരുപാട് കഥയുണ്ട്, ഞാൻ പിന്നെ പറഞ്ഞു തരാമെന്ന് പറയും. അങ്ങനെ പോകുന്ന വഴിയിൽ അവർ മുസാഫിറെ അമ്മേനെയൊക്കെ കാണുന്നു. നീ എന്താ ഈ നേരത്തെ ഇങ്ങനെ നടക്കുന്നതെന്ന് ചോദിച്ച് അമ്മ കുറച്ച് വഴക്കുണ്ടാക്കുന്നു. എന്തൊക്കെ ആയാലും നിന്നെ ഞാൻ കിട്ടില്ല എന്ന് മുസാഫിറിനോട് പറയുമ്പോൾ മുസാഫിർ, അങ്ങനെ പറയല്ലേ, ഞാൻ എത്രയോ സ്വപ്നം കണ്ടതാണെന്ന് പറയുമ്പോൾ അവൻ്റെ അമ്മ പറയും, ഈ പെണ്ണിനെയാണോ നീ ഇങ്ങനെ സ്നേഹിക്കുന്നത്, ഇതെന്തായാലും അവരുടെ വീട്ടിൽ പോയി പറഞ്ഞിട്ട് തന്നെ കാര്യമെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് ഓടും. അവിടുന്ന് സനവും സനത്തിൻ്റെ അമ്മയും മുസാഫിറിൻ്റെ അമ്മയും ഒരുപാട് കച്ചറ ഉണ്ടാക്കുകയാണ്. അതായത് അവർ വഴക്ക് കൂടും. എന്തായാലും എൻ്റെ മോളെ നിങ്ങൾക്ക് ഇനി കെട്ടിച്ച് തരില്ല എന്ന് പറഞ്ഞിട്ട് സനത്തിൻ്റെ അമ്മ അവരെ ഉള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു.
ജാൻ വീണ്ടും ആ ഇൻസിഡൻ്റ് ഓർത്ത് അത് സനയം തന്നെ ആയിരുന്നോ എന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ എംറെ വരും. ജാൻ ചോദിക്കും, നീ എന്ത് പണിയായി ചെയ്തത്? പരിചയമില്ലാത്ത ആൾക്കാർക്കാണോ ഇങ്ങനെ ചാവി കൊടുക്കുന്നത്? എന്നോട് നീ പറഞ്ഞിട്ടില്ലല്ലോ. ഓ അതെന്താ ചേട്ടാ, ഓഫീസിലെ കാര്യങ്ങളും ഫയലിൻ്റെ കാര്യങ്ങളൊക്കെ സനത്തിന് കൊടുക്കാമെങ്കിൽ ഇതെന്താ കൊടുത്തൂടെ? ചേട്ടന് അത്രയ്ക്കും പേടിയാണോ എന്ന് ചോദിക്കുമ്പോൾ, അതല്ല, നമുക്ക് പരിചയമില്ലാത്തവരല്ലേ, ഇതുപോലെയാണോ ആ കാര്യങ്ങളെന്നൊക്കെ ചോദിക്കുമ്പോൾ എംറെ ചോദിക്കും, ഓ ചേട്ടന് ഒരു പെൺകുട്ടി വന്ന് കയറിയപ്പോൾ മനസ്സിളകിയല്ലേ, നീ എന്ന് കളിയാക്കാതെ പോയടാ എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ സീൻ അവസാനിക്കും. വഴക്കിന് ശേഷം സനത്തിൻ്റെ അച്ഛന് കുറച്ച് പ്രഷറൊക്കെ കൂടുന്നുണ്ട്. ജാനിന് വലിയൊരു കമ്പനിയിലെ ഒരു ഓർഡർ കിട്ടുകയാണ്. ആഡിനുള്ള ഓഫർ കിട്ടും. അത് എംറെ കേൾക്കുന്നുണ്ടായിരിക്കും. അയലിൻ്റെ കമ്പനിക്ക് അത് കൊടുക്കാനുള്ള പ്ലാനായിരിക്കും എംറയ്ക്ക്. ജാൻ എന്നിട്ട് ഡയറിനോട് വിളിച്ചു പറയും, നമുക്കൊരു ആഡിനുള്ള ഓഫർ കിട്ടിയിട്ടുണ്ട്, നാളെ എല്ലാം സെറ്റ് ചെയ്യണം, ഒരു ദിവസമേ കിട്ടിയിട്ടുള്ളൂ ആ ഒരു ആഡിനുള്ള സമയം, അപ്പോൾ നീ എല്ലാം സെറ്റ് ചെയ്ത് വെക്കണമെന്ന് പറയും. അങ്ങനെ ലൈല സനത്തിൻ്റെ റൂമിലേക്ക് കയറി പോവുക. എന്നിട്ട്, നീ എന്നോട് ഇപ്പോൾ ഒന്നും പറയുന്നില്ല, നീ എന്തൊക്കെയോ എന്നിൽ നിന്ന് ഒളിപ്പിച്ച് വെക്കുന്നുണ്ട്, എന്തൊക്കെയായാലും നീ അത് പറയണം. ഈ ജാൻ എന്ത് വൃത്തികെട്ട മനുഷ്യനാ, അയാൾ വന്നതിന് ശേഷം നമ്മുടെ ഓഫീസ് ഇങ്ങനെയൊക്കെ ആയതെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും പോകും. സനയം അവളുടെ പ്രേമത്തെക്കുറിച്ചും ആൽബർട്ട് കുറിച്ചൊക്കെ ചിന്തിച്ച് ഓരോന്ന് അവളുടെ ഡയറിയിൽ എഴുതി വെക്കും. എംറെ നേരെ അയലിൻ്റെ വീട്ടിലേക്ക് ചെന്ന് അവർക്ക് കിട്ടിയ ഓഫറിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ അയലിൻ പറയും, എന്തായാലും ഈ ഓഫർ എനിക്ക് വേണം, ഇത് വലിയൊരു ആഡാണ്, വലിയൊരു കമ്പനിയാണ്, അവിടുത്തെ ആഡ് മാനേജറെ എനിക്കറിയാം, ഞാൻ അവനോട് വിളിച്ച് സംസാരിച്ചേക്കാം എന്ന് പറഞ്ഞ്. അതൊന്നും വേണ്ട, അത് ശരിയാവില്ല, ചേട്ടൻ അറിഞ്ഞ പ്രശ്നമാണെന്ന് പറഞ്ഞ് എംറെ തടയാൻ നോക്കുന്നുണ്ടെങ്കിലും അയലിൻ അയാളെ വിളിച്ചിട്ട് ഒക്കെ മാനേജ് ചെയ്യുന്നു. അങ്ങനെ അയലിൻ പറയും, നമ്മളേതായാലും പാർട്ട്നേഴ്സ് അല്ലേ, ഇനി ഇത് മുതൽ നമ്മുടെ കമ്പനിയാണെന്ന് പറഞ്ഞ് എംറയെ കൊണ്ട് ഒരു പേപ്പറിൽ ഒപ്പിടിപ്പിക്കും. ജാൻ ഡയറിനോട് നമുക്കൊന്നിനും നേരമില്ല, എല്ലാം പെട്ടെന്ന് തന്നെ അറേഞ്ച് ചെയ്യണം, എല്ലാം നീ സെറ്റാക്കണം എന്ന് പറയും. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഡയറിയും പറയും, ജാൻ ഈ ഓഫീസിൽ വന്നത് മുതൽ ബിസിയല്ലേ, നമുക്കൊരു കോഫി കുടിക്കാൻ പോയാലോ? ഓ നിൻ്റെ ആഗ്രഹമല്ലേ, എന്തായാലും പിന്നെ ഒരു ദിവസം ആകട്ടെ എന്ന് പറയും. ഡയറിന് ജാൻ്റെ മേൽ ചെറിയൊരു കണ്ണുണ്ടേ. ഇതേ സമയം എംറെ സനത്തെ കണ്ട് ഫയൽ കിട്ടിയ കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ സനം പറയും, ഈ റിങ് നിങ്ങൾ പിടിച്ചോ, എനിക്ക് ഇത് ഉണ്ടായിട്ട് ഒരു മനസമാധാനത്തിൽ ഉറങ്ങാൻ പറ്റുന്നില്ല, അതൊന്നും ശരിയാവില്ല, ചേട്ടനത് കണ്ടതല്ലേ, ഇനി നീ തന്നെ ചേട്ടൻ്റെ മുമ്പെന്ന് മാത്രം നീ അത് ഇട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് എല്ലാം സേഫാക്കി വെക്കണം എന്ന് പറയും. ഗുലീസിൻ്റെ ഡ്രസ്സിങ് കാണുമ്പോൾ സനം എന്താ ഇത് ചോദിക്കും. അപ്പോൾ എനിക്കറിയില്ല, എങ്ങനെയുണ്ട്, കൊള്ളാവോ, എന്നോട് ഇടാൻ പറഞ്ഞു, ഞാൻ ഇട്ടു. ഓ കുഴപ്പമില്ല, നീ ഒരു ഉപകാരം ചെയ്യണം, ഇവിടെ വന്ന പാർട്ടിക്ക് വന്നവരുടെ കുറച്ച് ആൾക്കാരുടെ പേരാണിതിൽ, അതിൽ താടിക്കാരുടെ ലിസ്റ്റ് ഒന്ന് എനിക്ക് തരണം. എന്താ, ഏതെങ്കിലും താടിക്കാരൻ എന്നെ മിസ്ബിഹേവ് ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ല, അയാളായിരിക്കും ഈ ലോകത്തിലെ ഏറ്റവും റൊമാൻറ്റിക്കായ ആളെന്ന് പറയണം. അങ്ങനെ ഗുലീസിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് കൊടുക്കാൻ വേണ്ടി പറയുമ്പോൾ സനയം, ഞാൻ എടുത്ത് തരാമല്ലോ എന്ന് പറയുമ്പോൾ ഗുലീസ് പറയും, അത് വേണ്ട, നമുക്കെന്നാൽ ഒരു സെൽഫി എടുക്കാം. അങ്ങനെ അവിചാരിതമായിട്ട് അവരുടെ സെൽഫിയിൽ ജാനും പോയി നിൽക്കുകയാണ്. ജാൻ പെട്ടെന്ന് സനത്തിനോട് പറയും, സനം നീ എന്തായാലും എൻ്റെ ക്യാബിനിലോട്ട് വേറെ കാര്യമുണ്ട്. അതെന്താ ജാൻ, പറഞ്ഞോളൂ എന്ന് പറയുമ്പോൾ എന്നോട് ചോദ്യമൊന്നും വേണ്ട, നീ വന്നാൽ മതിയെന്ന് പറയും. സനം നിനക്ക് ഇന്നലെ എന്തെങ്കിലും പറ്റിയിരുന്നോ? നിൻ്റെ കാൽ മുറിഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ എന്തായാലും ഡ്രസ്സ് ചെയ്ത് തരാം. ഓ അതൊന്നും കുഴപ്പമില്ല ജാൻ, എനിക്ക് ചെറുപ്പം മുതലേ ഇങ്ങനെ ഓരോ പരിക്ക് പറ്റാറുണ്ടെന്ന് പറഞ്ഞ് സനം ചിരിക്കും. ഡ്രസ്സിങ്ങൊക്കെ കഴിഞ്ഞ് ജാനോട് താങ്ക് യു ഒക്കെ പറഞ്ഞ് അവൾ എഴുന്നേറ്റ് പോകുമ്പോഴാണ് ആ ലിസ്റ്റിൻ്റെ കാര്യം ഓർമ്മ വരുന്നത്. അപ്പോഴേക്കും ജാൻ അത് തുറന്ന് നോക്കിയിട്ടുണ്ടാവും. ജാൻ, അതെൻ്റേതാണ്, അത് നിങ്ങൾ നോക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ ജാൻ പറയും, അതെന്താ ഞാൻ നോക്കിയാൽ, ഇതെന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ അത് നമ്മുടെ പാർട്ടിക്ക് വന്ന താടിക്കാരുടെ ലിസ്റ്റാണ്. താടിയോ? എന്നാൽ എനിക്കും താടിയുണ്ടല്ലോ, എൻ്റെ പേരുണ്ടോയെന്ന് ഞാൻ നോക്കട്ടെ, ഇത് നിങ്ങൾ നോക്കാൻ പാടില്ല, അതിങ്ങ് തന്നേക്കെന്നൊക്കെ പറയുമ്പോൾ ജാന് തീരെ കൊടുക്കാൻ കൂട്ടാക്കൂല. അവൾ പല വിധത്തിലും ആ ലിസ്റ്റ് കയ്യിൽക്കലാക്കാൻ നോക്കുമ്പോൾ അവൻ അവളെ കൈകൊണ്ട് ലോക്ക് ചെയ്യും. എങ്ങനെയൊക്കെ തട്ടിയെടുക്കാൻ നോക്കുമ്പോൾ അവൻ പരമാവധി അവൾക്കത് കൊടുക്കാതെ നോക്കും. ലാസ്റ്റ് നിനക്ക് വേണ്ടേ, എന്നാൽ എടുത്തതെന്ന് പറഞ്ഞിട്ട് കൊടുക്കും. അപ്പോൾ ജാൻ അവളുടെ കയ്യിൽ റിങ് കാണാഞ്ഞിട്ട് ചോദിക്കും, നിൻ്റെ റിങ് എന്തേ? റിങ് ഞാൻ ഇടാൻ മറന്നതാണ്, എൻ്റെ വീട്ടിലാർക്കും അറിയില്ല ഞങ്ങളുടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞത്. അങ്ങനെ അവൾ ഒന്നും കൂടെ നന്ദി പറഞ്ഞ് പോകുമ്പോൾ ജാൻ, എന്നെ ഈ ജോലിയിൽ നിന്ന് പിരിച്ചു വിടുകയൊന്നുമില്ലല്ലോ? ഇല്ല, നീ നിൻ്റെ ജോലി തുടർന്നോ എന്ന് പറഞ്ഞ് ഇന്നത്തെ സീൻ അവസാനിക്കും.